ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനിതാ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാം മെയിൻ വിഷയം നമ്മൾ ഇത്രയും ദിവസത്തെ ഗ്യാപ്പൊക്കെ വരാൻ കാരണം ഒരു വലിയൊരു സന്തോഷം നിങ്ങളെടുത്ത് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ വഴിയെ ഓരോ വീഡിയോ ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ആക്കാം. തൽക്കാലം അതൊക്കെ അവിടെ കിടക്കട്ടെ. ഇവിടെ ഇതാ കിച്ചണിൽ നല്ല തകൃതി ആയിട്ടുള്ള പണിയിലാണ് കേട്ടോ. അനിയത്തിയുടെ ഹസ്ബൻഡ് സൗദിയിൽ എത്തിയിട്ട് ഇപ്പോൾ 1-2 മാസമൊക്കെ ആയിട്ടോ. ഇത് ആള് ഇവിടെ നാട്ടിലുള്ള സമയത്ത്, അതായത് തിരിച്ചു പോണതിൻ്റെ ഒരു 1-2 ദിവസം മുമ്പ് എങ്ങാണ്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ ഈ ഒരു സെയിം ഡേ ലഞ്ചിന് വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡും അനിയത്തിയുടെ ഹസ്ബൻഡും അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു ഡേ ആണ്. എല്ലാവരും കൂടെയുള്ള ദിവസമായതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും മോശമാക്കിയില്ല. ചിക്കൻ മന്തിയും ബീഫ് വരട്ടും ഒക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളിതാ ഓരോന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. ഞാനും ഉണ്ട്, പിന്നെ എന്നെ കട്ടൊക്കെ ഹെൽപ്പാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മൾ 2 പേരും കൂടിയിട്ട് ഇതാ ഫുഡൊക്കെ ഇങ്ങനെ ആക്കി തീർക്കുവാണ്. നമ്മുടെ ബാസ്മതി റൈസ് ഉണ്ടല്ലോ, അതൊക്കെ ഓൾറെഡി വെള്ളത്തിലിട്ട് കുതിർത്തി സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ബീഫ് നമ്മൾ വിറകടുപ്പിൽ വെക്കാമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിൻ്റെ, പക്ഷേ നമുക്കതിന് പറ്റിയില്ല. കാരണം ചോറ് അവിടെ ഓൾറെഡി വെന്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആവണം. പിന്നെ ടൈം ഇങ്ങനെ ഒരുപാടൊന്നുമില്ല. ഒന്നാമത് ഈ പൈതലിനെ വെച്ചിട്ടല്ലേ നമ്മളിതൊക്കെ സെറ്റാക്കണത്. ജുമുള്ള ദിവസമായതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് നേരത്തെ കാലത്ത് പള്ളിക്കൊക്കെ പോവുകയും വേണം. അപ്പോൾ ഇതൊക്കെ മതി എന്ന് വിചാരിച്ച് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കുക്കറിലൊക്കെ മസാലയൊക്കെ സെറ്റാക്കി പിടിപ്പിച്ച് കുക്കറിനകത്തോട്ട് ഇട്ട് നമ്മളത് വേവിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മീഷോന്ന് നമുക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ വിളിച്ചിട്ടുണ്ട്, അവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ കയറിപ്പോയി അതൊക്കെ വാങ്ങിച്ചു. ഏതാന്നൊക്കെ വഴി എങ്ങനെ നമ്മൾ പൊട്ടിക്കണതായിരിക്കും. അന്നേരം നമ്മുടെ മന്തിയിലോട്ടുള്ള ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് പറയില്ലേ, അങ്ങനെ ആക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ അങ്ങ് കോരി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു തവിയല്ല, നമ്മൾ മറ്റേ മരത്തിൻ്റെ തവിയാണല്ലോ ഇതിലോട്ട് യൂസ് ആക്കുക. തൽക്കാലം ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്തോ ബൈ മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണല്ലോ, നമുക്ക് പിന്നീട് കാണുമ്പോഴാണ് അങ്ങനെ ചെയ്യേണ്ടില്ലേന്നൊക്കെ തോന്നിപ്പോവുക. അങ്ങനെ ചിക്കനൊക്കെ കോരിയെടുത്ത സ്ഥിതിക്ക് നമ്മളിതാ ആ ഒരു സെയിം എണ്ണയിലോട്ട് തന്നെ നമ്മുടെ മന്തിയിലോട്ടുള്ള മസാല കാര്യങ്ങളൊക്കെ അങ്ങ് സെറ്റാക്കി എടുക്കണുണ്ട്. എന്നിട്ട് നമ്മൾ ഓൾറെഡി ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഈ ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചോറ് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഓൾറെഡി ഊറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമുക്കിതിൻ്റെ മുകളിലോട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മന്തി റെസിപ്പിക്ക് നമ്മളിങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കണം നിങ്ങൾക്ക് ഇത് ഭയങ്കര ബോറായി തോന്നും അല്ലേ. കാരണം മന്തി ഒന്നും ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ഇപ്പോൾ ആരും ഉണ്ടാവില്ല. ഇത് നമ്മളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ പറയണ നമുക്കും അത് ബോറായിട്ട് തന്നെ ഫീൽ ചെയ്യും. എനിവേ നമ്മുടെ മന്തിയുടെ ലാസ്റ്റ് പ്രോസസ്സായിട്ടുള്ള അലങ്കോല പണികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഒരു കുറവും വരുത്തിയിട്ടില്ല ഈ അലങ്കാരത്തിന് കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ ചാർക്കോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചെറിയ പുകയുടെ ചൊവയും കാര്യങ്ങളൊക്കെ കിടക്കട്ടെ. ഇനിയിപ്പോൾ അതിനായിട്ട് കുറവൊന്നും വേണ്ട. നല്ല പ്രൊഫഷണൽ ടച്ചിലൊക്കെ ഉണ്ടാക്കാൻ നോക്കിയതാണ്. ഓൾമോസ്റ്റ് അതുപോലെ തന്നെ ആയി മാറിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ബീഫ് വരട്ടുണ്ടല്ലോ, അത് ഓൾറെഡി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചതായിരുന്നു. നമ്മുടെ അടുപ്പും തന്നെ ഫ്രീ ആയി കിടക്കുവാണല്ലോ. അപ്പോൾ മൺചട്ടിക്കകത്ത് കിടന്നിട്ട് ഈ ബീഫൊക്കെ അങ്ങ് ചുരുങ്ങി സെറ്റായി മാറട്ടെ. അങ്ങനെ വെള്ളമൊക്കെ വറ്റി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിവേ ആ ഒരു ടൈം കൊണ്ട് തന്നെ ബാക്കി പരിപാടികൾ, അതായത് ബാക്കി പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പാത്രം കഴുകലാണ് കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്, പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ നമുക്കിത് ചെയ്യാണ്ട്. അങ്ങനെ ബാക്കി വന്നിട്ടുള്ള പാത്രങ്ങൾ കാര്യങ്ങൾ എല്ലാം തന്നെ കഴുകി വൃത്തിയാക്കി അവിടെ മൊത്തം ഒന്ന് ക്ലീനാക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബീഫ് വരട്ടിലോട്ടുള്ള ആ ഒരു തൂമിക്കണ പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ ചെറിയുള്ളിയാണ് വേണ്ടത് ഗൈസ്. ഞാനിത് വെല്ലുള്ളി എടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു, എന്തോ അറിയില്ല. ആ ടൈമിൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ നമ്മൾ എടുത്തിട്ട് 1-1.5 മാസമായിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാനിതൊക്കെ കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. എന്തായാലും ബീഫ് വരട്ട് കാര്യങ്ങൾ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ തുമ്മിച്ചെടുത്തിട്ടുള്ള ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി അങ്ങ് അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടും നമ്മളത് അവിടെ നിന്ന് എടുക്കണില്ല കേട്ടോ. അതവിടെ തന്നെ കിടന്നോട്ടെ. എപ്പോഴാണോ അവർ വരുന്നത് അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത് കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. സൈഡായിട്ട് ഈ ഒരു പുതിന ചട്നി മയോണൈസും ഇല്ലാണ്ട് എന്ത് മന്തിയില്ലേ. ഈ മന്തി
കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ രണ്ടിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് വേണം കേട്ടോ. ഞാൻ ആദ്യം ഒന്നും ഈ സോസിൻ്റെ അത്ര വലിയ ഫാനല്ലായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇതൊക്കെ കൂട്ടി കഴിക്കാൻ തുടങ്ങിയത്. കഴിച്ച് വന്ന് നോക്കിയപ്പോൾ കൊള്ളാം അല്ലേ, അടിപൊളിയാണ്, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും മന്തിയുടെ പരിപാടി നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചതായിരുന്നല്ലോ. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് എടുത്ത് അതിനകത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചാർക്കോളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് മാറ്റി കൊടുക്കുവാണേ. എന്നിട്ട് ഈ റൈസ് എല്ലാം കൂടെ അങ്ങ് ഇളക്കി മീൻസ് ഓവറായിട്ടൊന്നും വെന്തിട്ടില്ല, അപ്പോൾ ധൈര്യമായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മന്തിയൊക്കെ ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങ് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ബീഫൊക്കെ താഴെ അടുപ്പത്താണല്ലോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ മുകളിൽ കിച്ചണിലോട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുവാണേ. അപ്പോഴേക്കും ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഫ്രൈഡേ ആണ്, ജുമുഅൊക്കെ ഉള്ള ദിവസമാണ് എന്ന്. സോ ജുമുഅൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഓരോരുത്തർ വരാൻ തുടങ്ങി. അപ്പോൾ അവർക്കുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അവിടെ ടേബിളിൻ്റെ മണ്ടയ്ക്കകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് വരട്ടും ചിക്കൻ മന്തിയും അങ്ങനെ എല്ലാം കൂടെ ആക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും കൂടിയിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താണെന്നറിയോ? മോർണിംഗിൽ നമുക്ക് ഓൾറെഡി ഒരു കൊറിയർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നിങ്ങളെടുത്ത് പറയുകയും ചെയ്തു നമുക്കൊരു വലിയ സന്തോഷം വരാനിരിക്കുന്നുണ്ട് എന്ന്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് നല്ല ഒട്ടുമിക്ക ആൾക്കാരെ സംബന്ധിച്ചും അവനവൻ്റെ ഹൗസ് വാമിംഗ് എന്ന് പറയുന്നത് അതെന്തോ നമുക്ക് ഭയങ്കര പ്രീഷ്യസ് മൊമെൻ്റ് ആണല്ലേ. അപ്പോൾ അതിലോട്ട് വേണ്ടിയിട്ട് ഞാൻ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് ഇത് കേട്ടോ. അപ്പോൾ ഏതാന്നൊക്കെ വഴിയായിട്ട് നമ്മൾ വരും വീഡിയോകളിലൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. ഈവനിങ് സ്നാക്കിൻ്റെ പരിപാടിയിലോട്ടാണ് അടുത്തതായിട്ട് നമ്മൾ കടക്കാൻ പോകുന്നത്. എനിക്കുണ്ടല്ലോ നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും അതേപോലെ തന്നെ നമ്മളിങ്ങനെ നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റേതായിട്ടുള്ള ആ ഒരു പോസിറ്റീവ് കമൻസ് ഉണ്ടല്ലോ, അതപ്പൊക്കെ തരുന്ന ആൾക്കാർക്ക് എന്തുണ്ടാക്കി കൊടുക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും അതേപോലെ തന്നെ അനിയത്തിയുടെ ഹസ്ബൻഡും പിന്നെ ഉപ്പച്ചിയും അങ്ങനെ നമ്മളെല്ലാവരും ഉണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ സ്വത്ത്, ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ട് ഞാൻ എല്ലാം ഉണ്ടാക്കി കൊടുക്കുക. സോ നമ്മൾ ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കായ്പോളുണ്ടല്ലോ അതാണ്. അപ്പോൾ അതിലോട്ടുള്ള നട്ട്സും റൈസിൻസും ഒക്കെ ഞാൻ നന്നായിട്ട് തന്നെ നെയ്യിനകത്ത് ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുനുകുനാന്നരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ ബനാന ഉണ്ടല്ലോ അതും കൂടെ അതിലിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഷുഗറും കൂടെ അതിനകത്തോട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ട് അതങ്ങ് ചൂടാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മാറ്റി വെക്കുക കേട്ടോ. ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് ഇതിലോട്ടൊരു ബാറ്റർ കൂടെ റെഡി ആക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 3-4 എന്തായാലും ഒരു 2-3 മുട്ട എങ്ങാണ്ടെന്ന് തോന്നുന്നു, അതൊക്കെ എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഈ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് അങ്ങ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് കുറച്ചും കൂടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഏലക്ക ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ദെൻ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മിക്സ് നമുക്ക് റെഡിയായി കിട്ടുന്നതായിരിക്കും. സോ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ നേരത്തെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ പഴം ഉണ്ടല്ലോ, അതായത് ജസ്റ്റ് വഴറ്റിയെടുത്തത്, അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു ബൗളിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കായ്പോളയ്ക്കുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒഴിവാക്കിയ ചട്ടി എന്നൊന്നും പറയില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ യൂസ് ചെയ്യണതാണ്. കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ പോയിട്ടുണ്ട്. എന്തായാലും അതങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ മുകളിലാണ് നമ്മൾ കായ്പോളയ്ക്കുള്ള ഈ ഒരു കടായി ചട്ടി ഉണ്ടല്ലോ അതങ്ങ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഓയിലോ അല്ലെങ്കിൽ ഗീയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുന്നത്. മൂടി വെച്ചിട്ട് ഏകദേശം ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേരത്തെ എന്താ പറയുക നല്ല ക്രിസ്പി ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു നട്ട്സും റൈസിൻസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് നന്നായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് ഇവിടെ ചായയും കൂടെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചായ ഇല്ലാണ്ട് എന്ത് ഈവനിങ് സ്നാക്ക് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കേക്കൊക്കെ വെന്തോ ഇല്ലയോ എന്ന് നോക്കൂലേ, അതേപോലെ നമ്മുടെ പപ്പടം കുത്തി എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുന്നുണ്ട് ഇത് ആയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും ഓൾമോസ്റ്റ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അടി കരിയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഇത് വേറെ പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രോസസ്സ്. സോ എനിക്കത് ഭയങ്കര ഭാരം പിടിച്ചൊരു പരിപാടിയാണ്. അപ്പം ഞാനത് നമ്മുടെ ഉപ്പച്ചിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ആർക്കും വെൽപ്പേറാൻ പാടില്ല. മുറിക്കാനൊക്കെ കിട്ടണ്ടല്ലേ പക്ഷേ പാത്രം ഇട്ടാ പൊട്ടണത്. കത്രി അല്ല കത്തി. കമ്പനിക്ക് ഓക്കെ സെറ്റല്ലേ. കുഞ്ഞാൻ കായ്പോള കട്ടയിലൊക്കെ ഭംഗിയായി കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ചായയൊക്കെ കുടിക്കാനിരുന്ന് വീഡിയോ എടുക്കുന്നത് ദഹിക്കാണ്ട് ഒരാൾ അപ്പുറത്തിരുന്ന് നോക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇതിൽ ഇത്ര മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പുതിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.